ഉത്സവം കൂടാൻ വന്ന ഉത്സവമൊക്കെ കൂടിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ചേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷെ തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ആർക്കും മനസ്സില്ല. കാരണം ഇവിടെ അത്രയും നമ്മുടെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ടാണ്. നല്ല രസമാണ്, പോകാനൊന്നും മനസ്സില്ല, എന്നാലും പോയാലല്ലേ പറ്റൂ. അപ്പം നമ്മൾ നേരെ ഇപ്പം വയനാട് കർണാടക ബോർഡറിൽ നിന്നും നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂരും കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോർഡറിലുള്ള സ്ഥലമായ വീരാജ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് എൻ്റെ മമ്മി ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. അവിടെയാണ് നമ്മുടെ മമ്മീൻ്റെ വീടും വല്യമ്മേൻ്റെ വീടൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ്. മമ്മീൻ്റെ വീടൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, അവരാരും ഇല്ല, അമ്മമ്മയും അമ്മച്ചനൊന്നും ഞങ്ങൾക്ക് ഇല്ല, അതുകൊണ്ട് ആ വീടും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വണ്ടികളും കാര്യങ്ങളും ഒന്നും കാണാനില്ല. ബൈക്കിന് പോകാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ആനയും കാട്ടിയും ഒക്കെ ഇറങ്ങുന്ന വഴികളൊക്കെ തന്നെയാണ്. പിന്നെ വണ്ടികളും അധികം പോകാത്തതുകൊണ്ട് ഞങ്ങൾ പേടിച്ചാണ് പോയത്. വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പകൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വലിയ വണ്ടികളൊക്കെ കുറച്ച് വേറെ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി അവരൊക്കെ ബസ്സിൽ വരുന്നുണ്ടായിരുന്നു. നമ്മളെന്തായാലും ബൈക്ക് എടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ കർണാടക എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പോയിട്ടുള്ള 2 സ്ഥലങ്ങളും, പോകാൻ പോകുന്ന സ്ഥലമാണെങ്കിലും ശരി, പോയ സ്ഥലമാണെങ്കിലും ശരി, ഒരു മുക്കാൽ ഭാഗവും മലയാളീസ് തന്നെയാണ്. കാരണം എൻ്റെ അമ്മമ്മേൻ്റെയൊക്കെ മുത്തിയമ്മ അങ്ങനത്തെ സമയത്തൊക്കെ വന്നാണ് അവരിങ്ങോട്ട്. അതുപോലെ തന്നെ കുറേ കാലങ്ങൾ നമ്മളൊക്കെ പാലക്കാടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മുടെ തലമുറകൾ അങ്ങനെ പാലക്കാടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരിവിടെ വന്ന് താമസമാക്കിയതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ കുടിയേറി പാർത്തവരാണ് ഫുള്ളായിട്ടുള്ള മലയാളികളും. കുറേയൊക്കെ പാലക്കാടുകാരുണ്ട്. അതുപോലെ തന്നെ ഈ വേറെ കുറേ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പണ്ടത്തെ കാലത്തെ ഇവിടെ വന്ന് താമസിച്ച് അങ്ങനെ തലമുറകളായി ഇവിടെ കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം കുറേ 30% ആൾക്കാരും മലയാളികൾ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കർണാടകക്കാരാണെങ്കിലും അവർക്കും മലയാളം അറിയായിരിക്കും. നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ വീരാജ്പേട്ട് പറയുന്ന സ്ഥലമാണെങ്കിലും ശരി, അവിടെ ഒട്ടുമിക്കതും മലയാളികൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരളം പോലെ തന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ കിട്ടും. കാരണം കേരളത്തെക്കാട്ടിയും കുറച്ച് നമ്മുടെ ഈ ജീവിതശൈലിയിൽ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല മലയാളി ആണോ എന്ന് മനസ്സിലാവില്ല. കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്, അതുകൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30% ആൾക്കാരും മലയാളികൾ തന്നെയാണ് കേട്ടോ. മലയാളം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. മുസ്ലിംസും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട് അവിടെ. ക്രിസ്ത്യൻ പള്ളികളാണെങ്കിൽ മലയാളമാണ്, മറ്റേ കുർബാന ചൊല്ലുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ കർണാടക എന്ന് പറയുന്നതുകൊണ്ട് അറിയാത്തവർ വിചാരിക്കേണ്ട കർണാടകത്തിൽ പോയിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഫുള്ള് മലയാളികൾ തന്നെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കാരണം ഞങ്ങൾ ഈ ചെറുപ്പം തൊട്ട് പോയിട്ടുള്ളതുകൊണ്ട് നമുക്കിതൊന്നും പുത്തിരിയല്ല എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ മുമ്പിൽ കാണുന്ന സംഭവം കൊണ്ടോ, അത് എണ്ണപ്പനയാണ് കേട്ടോ. അതിൻ്റെ ശരിക്കുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എണ്ണപ്പനയായിരുന്നു. മറ്റേ നമ്മൾ ഓയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഒരു എണ്ണപ്പനയാണത് സൈഡിലൊക്കെ ഉള്ളത്. പക്ഷെ അത് കാട് മൂടി കിടക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയെടുക്കാനൊന്നും നിന്നില്ല. ഇത് മൊത്തം കാണുന്ന മൊത്തം എണ്ണപ്പനയാണ്. നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് അച്ചൂട്ടിന് വിശന്നുകൊണ്ട് ഒന്ന് നിർത്തി ചായ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ചായ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. കാരണം നമ്മുടെ ഈ മസാല ചായ എന്ന് പറയുമല്ലോ, അതാണ് സംഭവം കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന പോലെ കുറേ വലിയ ആർഭാടം പിടിച്ച വീടുകളോ, കാരണം എത്ര ഒക്കെ സ്ഥലം ഉണ്ടെങ്കിലും അവർ വീട് പണിയുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന വീടൊക്കെ ഉള്ളവർക്ക് ചിലപ്പം നല്ല കുറേ സ്ഥലങ്ങളുള്ളവരായിരിക്കാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് കുഞ്ഞു വീടാണല്ലോ, ഇവർക്കൊന്നും ഇല്ലേന്ന് ചിന്തിക്കും. പക്ഷെ അവർക്കൊക്കെ ഇഷ്ടംപോലെ പാടങ്ങളും അതുപോലെ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇത് എവിടെയായിരുന്നു എത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സ്ഥലങ്ങളൊക്കെ അറിയാം, പക്ഷേ ഈ ഒരു സ്ഥലം ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. പൊന്നമ്പേട്ട്, ഗോണിക്കുപ്പ അങ്ങനെയൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വീരാജ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. അപ്പോൾ നമ്മൾ ഏതൊരു ടൗണിൽ എത്തിയിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത് എവിടെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും 1 മണിക്കൂർ പിടിക്കും. അപ്പോഴത്തേക്കും ഉച്ചക്കത്തെ ഫുഡിനുള്ള വകയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാവും. നമുക്ക് ഈ സാധാരണ ഫോണല്ലേ ഉള്ളൂ, അപ്പം അതിലെടുക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വിരാജ്പേട്ട് എന്ന് പറയുന്ന ടൗൺ എത്തിട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ ടൗൺ, നല്ല വലുപ്പമുള്ള ടൗണാണ് കേട്ടോ. പക്ഷെ കടകളൊക്കെ കാണുമ്പം ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ കടകളും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ അടുത്തടുത്ത് കടകളാണ് കേട്ടോ. വലിയൊരു ടൗൺ തന്നെയാണ്, ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ ഇത്. അപ്പം ഇവിടെയാണ് എൻ്റെ മമ്മിയൊക്കെ ജനിച്ചതും വളർന്നതും അതുപോലെ തന്നെ പഠിച്ചതും ഒക്കെ ഈ ഒരു ടൗൺ, ഈ ഒരു വിരാജ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒട്ടുമിക്കതും മലയാളികളുടെ കടയും മലയാളികളുടെ ഹോട്ടലും മലയാളികളും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോയി നമുക്ക് ഈ ഒരു ടൗൺ കഴിഞ്ഞ് വേണം വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, കാരണം എൻ്റെ വല്യമ്മേൻ്റെ വീടാണ് ലാസ്റ്റ് വീട്. ആ വീടിൻ്റെ പുറകിൽ ഫോറസ്റ്റാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കാറ്റും മഞ്ഞും ഒക്കെ ഒന്ന് വരാണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ വരെ നമുക്ക് ഈ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ. കാരണം മഴക്കാലത്തൊക്കെ പോവുകയാണെങ്കിൽ ഉരുളുപൊട്ടി പോകുക അങ്ങനത്തെ ഒരു സൗണ്ടാണ്. പക്ഷേ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പള്ളി കണ്ടോ, ഇത് നമ്മുടെ മലയാളികളുടെ പള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വല്യമ്മേൻ്റെ വീട് എന്ന് പറയുന്നത് ഹെഗ്ള എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് കുറച്ച് ഉള്ളോട്ട് വരണം, പക്ഷെ എന്നാലും നല്ല സ്ഥലമാണ്. ഇപ്പം തന്നെ ഞങ്ങൾ പോകുന്നത് ഉച്ച ആയിട്ടേ ഉള്ളൂ, പക്ഷെ കാണുമ്പം വൈകുന്നേരം ആയ പോലെയാണുള്ളത്. കാരണം നല്ല തണുപ്പും അതുപോലെ തന്നെ മഞ്ഞ് ചെറുതായിട്ട് മലേൻ്റെ മുകളിൽ നിന്ന് മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം തിരിയുന്നത്, വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ അവരൊന്നും ഞങ്ങളുടെ പുറകിലുള്ളവർ എത്താത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം എല്ലാവരും ഉള്ളപ്പോഴേ അതിൻ്റെ ഒരു രസമുള്ളൂ കേട്ടോ. അങ്ങനെ അവർ ബസ്സിലായതുകൊണ്ട് അവർ ലേറ്റ് ആവുമല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ എത്തി. ഞങ്ങൾ പിന്നെ നേരെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് വിട്ടു കേട്ടോ. ഇഷ്ടംപോലെ ചെക്കന്മാർ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേര് പെണ്ണുങ്ങൾ വെറുതെ പോയി നോക്കി നിന്നു. പിന്നെ കുട്ടികളൊക്കെ വെച്ച് വെറുതെ നിന്നാണ് കേട്ടോ. ഇവിടെ കണ്ടോ, വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നല്ല മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഫോണിന് തീരെ ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നത്. നല്ല പോലെ മഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സന്ധ്യ മഞ്ഞ് പോന്ന കാണുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം കേട്ടോ. അതിൽ മഞ്ഞിങ്ങനെ പറക്കുന്ന കാണുന്നുണ്ടോ? എൻ്റെ ഫോണിന് അത്രേ ക്ലിയർ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നല്ല തണുപ്പായിരുന്നു. തണുപ്പില്ല എനിക്കിന്ന്. മഞ്ഞ് പാറുന്നുണ്ട് പക്ഷെ നല്ലോണം അല്ലേ. അതാ ഡാൻസ്, ക്യാമ്പ് ഫയറാ, ക്യാമ്പ് ഫയർ, ദച്ച് ക്യാമ്പ് ഫയർ. അതാ പ്രാർത്ഥിക്കുന്ന ഒരാള് സത്യം. പിന്നെ ഈ റോഡ് ഇവിടെ വരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. കാരണം അവിടെ തീയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും, നല്ല സുഖമായിട്ട്. പക്ഷെ പുറകിൽ വല്ല ആനയോ പുലിയൊക്കെ വന്നാലേ ഉള്ളൂ. അങ്ങനെ വരുമൊന്നുമില്ല കേട്ടോ, ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പക്ഷെ പേടി, പുറകിൽ ഫോറസ്റ്റ് ആണല്ലോ അതുകൊണ്ട്. അപ്പോൾ നമുക്കിതാ ഇവിടെ രാത്രിയാകുമ്പോൾ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കുറേ സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടുമ്പോഴേ രസമുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഫോണിൽ കാണുന്നില്ല, എന്തോ അങ്ങനെ ഓടുന്നുണ്ടോ കാണുന്നില്ല, പക്ഷെ നല്ല മഞ്ഞ് വീകുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നാൽ രാവിലെ തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കാട് കയറാൻ പോട്ടോ. ഇപ്പോൾ ഈ മരം കയറിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സപ്പോട്ടേൻ്റെ മരമാണ് കേട്ടോ. ചിക്കു സപ്പോട്ട എന്നൊക്കെ പറയില്ല, അതിൻ്റെ മരമാണ്. ഇഷ്ടംപോലെ നിറയെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 1/2 ചാക്ക് സപ്പോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ മേലെ അവിടെ ഇവിടെ ആയിട്ട് 2-3 കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് പോയി പറിച്ചാലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പറിച്ചാട്ടോ. അപ്പോൾ വല്യമ്മേൻ്റെ ഒക്കെ പറമ്പിലുള്ളതാണിത്. പിന്നെ അവിടെ നന്നാക്കാത്തതുകൊണ്ടാണ് കാടൊക്കെ മൂടി കിടക്കുന്നത്. അപ്പോൾ അവിടെ പോയൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ മരത്തിൽ കയറി. പിന്നെ ഇവിടെയൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ വലിയ പെണ്ണാണെന്നോ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നാൽ നമ്മൾ വല്യമ്മേൻ്റെ മക്കളാണല്ലോ. അപ്പം നമുക്ക് വേറെ പണിയൊന്നും എടുക്കണ്ട. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ കുട്ടികളായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ ഇവിടെ. അതാണ് എനിക്ക് ഇവിടെയൊക്കെ വരാൻ ഇഷ്ടം. എൻ്റെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പണിയെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. നമ്മൾ അവിടുത്തെ വലിയ ആളാണല്ലോ. പക്ഷേ ഇങ്ങനെ വേറെ ഇവിടെയൊക്കെ വല്യമ്മേൻ്റെ വീട്ടിൽ അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു മക്കളാണ്. നമുക്ക് കുട്ടികളെ കൂടെ തന്നെ അവിടെ നടക്കാം ഇവിടെ നടക്കാം, എവിടെ പോയാലും ആർക്കും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ കാട് കയറി നടക്കാൻ
കയറാൻ തീരുമാനിച്ചു. കുന്നിൻ്റെ മേലെ പോയ അടിപൊളി വ്യൂ കാണും കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. കാരണം കുറച്ച് പഴയ വീഡിയോ ആണ്. ഒരു 2-3 മാസം മുന്നേ, 3 മാസമൊന്നുമല്ല, അതിലും കൂടുതലായിട്ടുണ്ടാവും. മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി നോക്കണം എന്നുള്ളവർക്ക് നോക്കിയാൽ അറിയാം. അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈ കുന്നിൽ നിന്ന് അപ്പുറത്തെ കുന്ന് കാണാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സപ്പോർട്ടൊക്കെ പറിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്ന മാങ്ങമരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളം വരുന്ന സമയത്ത് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. എൻ്റെ വല്യമ്മേടെ വീടിൻ്റെ തൊട്ട് പുറകിലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. കാരണം മേലെന്നാ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നതെങ്കിലും നമ്മുടെ പറമ്പിൽ കൂടെ ഒഴുകുന്നതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ വെള്ളച്ചാട്ടമാണ്. അപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം പോലെ തന്നെ ഇത് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളവിടെ ബിയറിൻ്റെ കുപ്പിയും ഒക്കെ കെട്ടിയിട്ടിട്ട് ഒരു മരമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമ്മുടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കും കൂടെ വെറുതെ ഒന്ന് പോയി നോക്കാൻ നേരിച്ച് പോയതാണ്. ഇത്ര കറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സപ്പോട്ട പറിക്കാൻ വന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കറങ്ങി പോകേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാൻ നേരിച്ചു. അപ്പോൾ മഴക്കാലത്തെങ്ങാനും ഞാൻ പോവുകയാണെങ്കിൽ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ കാട് കൂടി കിടക്കുക. വെള്ളം വന്നു കഴിയുമ്പോൾ ഇതൊക്കെ റെഡി ആവും കേട്ടോ, സെറ്റാവും. കാരണം വെള്ളം ഒഴുകി നമ്മുടെ ഈ പാറയൊക്കെ ക്ലിയർ ആയി ഫുള്ള്. ഇത് വെള്ളം വരുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അതുണ്ട് മേലോട്ട് കണ്ടോ വെള്ളച്ചാട്ടം വരുന്ന വഴിയാണ് കേട്ടോ. ഇത് കുന്നാണ്. പക്ഷേ ഈ വീഡിയോയിൽ എന്താ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഇതിൻ്റെ ഇടയിലുള്ള ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാൻറ്റ് കയറ്റുന്നുണ്ട്. പിന്നെ നോട്ടിട്ട് ഇവിടെ നല്ല അട്ടശല്യം ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ എൻ്റെ കാലുണ്ടല്ലോ ഒരു വലിയ അട്ട കടിച്ചിരിക്കുക. ചോര വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ പേടിയാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, അട്ട കടിച്ചതും എനിക്കറിയില്ല കേട്ടോ. അട്ട എന്തായാലും വീണ് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അന്ന് കാറി പൊളിച്ചേനെ. എന്നിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ കിട്ടിയോ? അതും കിട്ടിയില്ല. പിന്നെ ഈ പാൻറ്റ് കണ്ടോ, ഇത് ഞാൻ ഇവരെ പാൻറ്റ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വലിച്ചു കയറ്റുന്നത്. കാരണം ഇത് എവിടെ ഇടാനാണ് എനിക്ക്? ഇവരൊക്കെ എന്നെക്കാട്ടിയും വലിയ വലിയ ആൾക്കാരായിപ്പോയില്ലേ. ഞാനാണ് ഏറ്റവും മൂത്തത്, പക്ഷേ ഇപ്പം ഞാനാണ് ഏറ്റവും ചെറുത്. എൻ്റെ അനിയന്മാരൊക്കെ എന്നെ ഏട്ടന് തുല്യമായിട്ടോ. എല്ലാവരും ചോദിക്കും ഞാനാണോ ഇളയതെന്ന് ചോദിക്കുന്ന രീതിക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് എൻ്റെ അനിയന്മാരൊക്കെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അവനെടുത്ത് തന്ന ഫോട്ടോ കണ്ട മനുഷ്യ സഹിക്കില്ല. അത്രയും നേരം ഞാൻ അവിടെ നിന്ന് പോസ് കൊടുത്തിട്ട് ഒന്നും അല്ലാതായല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടം. പിന്നെ ഇതുണ്ടോ, നമുക്കിവിടെ ഞാവൽപ്പഴമൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് കയറി പറിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാവൽപ്പഴം. പക്ഷേ നമുക്കത് കയറി പറിക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പറിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ വീട്ടിൽ വിട്ട് വന്നതുകൊണ്ട് അവർ കണ്ടിട്ടില്ല ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ കാട്ടിൽ കൂടെ ഇങ്ങനെ കയറി നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 3-4 മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വിട്ടുവിട്ടു വീട്ടിലേക്ക്. അതായത് നമ്മുടെ ഇരട്ടി വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്, അവർ 2 പേരും ബസ്സിന് വരും കുട്ടീനെയും കൊണ്ട്. അപ്പോൾ എനിക്ക് ബസ്സിൽ പോകാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു ബൈക്ക് എടുത്ത് പോയിക്കോ. അങ്ങനെ നമ്മൾ ഇതിന് ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് വഴി നിന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം നല്ല അടിപൊളി റൂട്ടൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, റോഡൊക്കെ മോശമാണ്. ഇത് ഇടവഴിയാണ്, നമുക്ക് കുറുക്ക് വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം വളഞ്ഞ് മൂക്ക് േണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കുറുക്ക് വഴി കൂടെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരയ്ക്കും ബൈ. പിന്നെ ഒരു കാര്യം, ഇത് നല്ല ഓഫ് റോഡിങ് ആണ് കേട്ടോ, വേറെ ഒരു രക്ഷയില്ല. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഉള്ളിൽ ആ സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട കിട്ടാൻ.